ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെറും 10 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്തെത്താവുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ഈരാറ്റിൻപുറം എന്നാണ്. അരുവിപ്പുറവും ഞങ്ങളുടെ വീടിനടുത്താണ്, പക്ഷേ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാവേ. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു പോയത്. ഇതിപ്പോൾ ഈ ഇടയ്ക്ക് വന്നൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് കറക്റ്റ് എവിടെയാണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഗൂഗിൾ മാപ്പ് ചതിച്ചു ഗെയ്സ്. ഞങ്ങളെ 10 മിനിറ്റ് കൊണ്ട് എത്തിക്കാനുള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെട്ടത് 1.5 മണിക്കൂറിന് ശേഷമാണ്. ഞങ്ങൾ അരുവിക്കര വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്. അങ്ങനെ അരുവിക്കര പോയപ്പം എന്തായാലും നഷ്ടമായില്ല. അരുവിക്കര ഡാമൊക്കെ കണ്ടു. അവിടെ പാർക്കിൽ കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റി. പക്ഷേ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ആണ്. വലിയ തിരക്കൊന്നുമില്ല. അതായത് നല്ല വെയിലാണല്ലോ, അതുകൊണ്ടാവാം. അവസാനം ഞങ്ങൾ ഈരാറ്റുംപുറത്തെത്തി. ആ റോഡൊന്നും അത്രയ്ക്ക് നല്ല റോഡൊന്നും അല്ല, അതുകൊണ്ടാവാം ആരുമില്ലായിരുന്നു ഞങ്ങൾ പോയപ്പോഴേക്കും. അതുപോലെ തന്നെ ഒരു സൈൻ ബോർഡോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് അവിടെ എത്തി. ഇതിനിടയിൽ കൺമണി ഒരു തമാശയൊക്കെ പറഞ്ഞു. ഇവിടെ നിക്ഷേപിക്കരുത്. വേസ്റ്റ് നിക്ഷേപിക്കല്ലോ. അതിൻ്റെ സൈഡിലൂടെ ഒരു നടപ്പാതയുണ്ട്. അത് കുറച്ച് ദൂരമുണ്ട്. ആ നടപ്പാതയിലൂടെ പോകുമ്പോഴേക്കും നമുക്കവിടെ വെള്ളച്ചാട്ടം ഒക്കെ കാണാൻ പറ്റും. ഇതൊരു അപകട മേഖലയും കൂടെയാണ്. ഒരുപാട് പേര് ഇവിടെ ചെറിയ ചുഴിയൊക്കെ ഉണ്ട്, അതിലകപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാവാം വലിയ തിരക്കൊന്നുമില്ല. ആരുമില്ലായിരുന്നു ഞങ്ങൾ പോയപ്പോൾ, ഞങ്ങൾ മാത്രമായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല, കാരണം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഞാനിതിൽ വെയർ ചെയ്തിരിക്കുന്ന ഈ കുർത്ത മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 205 രൂപയാണ്. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇത് 3-4 വാഷ് കഴിഞ്ഞു, പക്ഷേ അത് യാതൊരു പ്രശ്നമില്ല. കൊള്ളാൻ നല്ല പ്രോഡക്റ്റാണ്. ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ചുകൂടെയൊക്കെ തിരക്കുണ്ടാകും, കാരണം ഇവിടെ നൈറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഓണം, ക്രിസ്മസ്, ന്യൂ ഇയറിനൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്. നമുക്ക് റീൽസൊക്കെ എടുക്കാനും ഫോട്ടോഷൂട്ടിനും ഒക്കെ നല്ലൊരു പ്ലേസാണ്. അധികം തിരക്കില്ലല്ലോ. പിന്നെ നമുക്കവിടെ ഇരിക്കാനായിട്ടൊക്കെ സ്ഥലം അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളും 2 റീൽസൊക്കെ എടുത്തു. നല്ല മഴ വന്നായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറിൽ കയറി അവിടെ നിന്ന് വീട്ടിലോട്ടുള്ള യാത്ര തിരിച്ചു. ഇവിടെ വരണമെന്ന് ഞങ്ങൾ മുന്നേ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ, പക്ഷേ അതൊന്നും നടന്നില്ല, ഫ്ലോപ്പായിട്ടുണ്ട്. പക്ഷേ ഇന്നാണ് അതിനൊരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങളുടെ വീട് ഈ നെയ്യാറ്റിൻകര, പെരുമ്പഴുതൂർ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവിടെ മിസ് ചെയ്യരുതേ. പിന്നെ ഞങ്ങൾ പുറത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം കുറച്ച് മഴയൊക്കെ നനഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുകയാണേ. ദാ ഇവിടെയാണ് ഞങ്ങളെ വീട്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.